മുത്തങ്ങ ശിവഗിരി സംഭവങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എ.കെ. ആന്റണി. രണ്ട് സംഭവങ്ങളിലെയും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ മുഖ്യമന്ത്രിയെ എ.കെ. ആന്റണി വെല്ലുവിളിച്ചു. രണ്ട് സംഭവങ്ങളിലും ഖേദമുണ്ടെന്ന് വ്യക്തമാക്കിയെങ്കിലും പോലീസ് നടപടിയെ തള്ളിപ്പറഞ്ഞില്ല. ഇന്നലെ നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാനായി ഭരണപക്ഷം ഉപയോഗിച്ചത് എ.കെ. ആന്റണി സർക്കാരിന്റെ കാലത്തെ പോലീസ് നടപടികൾ. അതിന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വ്യക്തമായ മറുപടികൾ ഉണ്ടായില്ല. ഇതോടെയാണ് 85-ാം വയസ്സിലും സ്വയം പ്രതിരോധവുമായി എ.കെ. ആന്റണി എത്തിയത്. 21 വർഷം മുമ്പ് കേരള രാഷ്ട്രീയം വിട്ടിട്ടും തന്നെ ഇപ്പോഴും വേട്ടയാടുന്നുവെന്ന് പരിഭവം. ശിവഗിരിയിൽ ഹൈക്കോടതിയുടെ കോടതിയലക്ഷ്യ നടപടി ഒഴിവാക്കാനായിരുന്നു പോലീസ് ഇടപെടൽ എന്ന് വിശദീകരണം. ഇ.കെ. നായനാർ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം. നായനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും പരസ്യപ്പെടുത്തണം. ജനങ്ങൾ അറിയട്ടെ സത്യം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഇറക്കിവിട്ട ആദിവാസികളെ പിന്നീടാർക്കും അവിടെ താമസിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചായിരുന്നു പ്രതിരോധം. ഈ 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഗവൺമെന്റ് മുത്തങ്ങയിൽ എന്റെ ഗവൺമെന്റ് ആദിവാസികളെ ഇറക്കിയത് തെറ്റാണെങ്കിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റ് അവിടെ വീട്ടിൽ ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവരെ ഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കുടിൽ കെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സാധ്യമല്ല. കാരണം അത് നാഷണൽ വൈൽഡ് ലൈഫ് സെഞ്ചുറിയാണ്. ഈ രണ്ട് വിഷയങ്ങളിലും കോൺഗ്രസ് പ്രതിരോധം തീർത്തില്ലെന്ന വികാരം മനസ്സിൽ വെച്ചായിരുന്നു വിശദീകരണങ്ങൾ എന്ന് വ്യക്തം. ചില അപ്രിയ സത്യങ്ങൾ പിന്നീട് പറയുമെന്നും ആന്റണി വിശദീകരിച്ചു. ആത്മീയത പറയുമ്പോൾ തുറന്നു പറയണമല്ലോ. അപ്പോൾ ചില അപ്രിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നാൽ, എനിക്ക് പറയാൻ പറ്റുള്ളൂ, എനിക്ക് 85 വയസ്സായി, അതുകൊണ്ട് ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ട വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാൻ എ.കെ. ആന്റണി തയ്യാറായില്ല. മീഡിയ 1 തിരുവനന്തപുരം.